ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് കേരള ഭൂമിശാസ്ത്രത്തിലെ കേരള ജോഗ്രഫിയിലെ ദേശീയോദ്യാനങ്ങളും പക്ഷിസങ്കേതങ്ങളും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട PSCക്ക് ഇഷ്ടമുള്ള PSCയുടെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതായത് ദേശീയോദ്യാനങ്ങളും കേരളത്തിലെ ദേശീയോദ്യാനങ്ങളും പക്ഷിസങ്കേതങ്ങളും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ദേശീയോദ്യാനങ്ങളും പക്ഷിസങ്കേതങ്ങളും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അതിന് മുന്നേ നമുക്ക് കടുവയെ പറ്റിയും ആനയെ പറ്റിയും കേരളത്തിലെ കടുവയെ പറ്റിയും ആനയെ പറ്റിയിട്ടുള്ള കുറച്ച് കേന്ദ്രങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രൊജക്ട് ടൈഗറാണ്. 1973 ആരംഭിച്ച പ്രൊജക്ട് ടൈഗർ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. 2024 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 3682 കടുവകളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ലോകത്തിലെ കടുവകളുടെ ജനസംഖ്യയുടെ 75% കേട്ടോ, എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതം എന്ന് വെച്ചാൽ ഉത്തരം പെരിയാർ ടൈഗർ റിസർവാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏലം കുന്നുകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏലം കുന്നുകളിൽ. റിസർവിനുള്ളിൽ ഉത്ഭവിക്കുന്ന പെരിയാറിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത് കേട്ടോ. മഞ്ഞന്മാരും പാലിയന്മാരും ഉൾപ്പെടെ നിരവധി ആദിവാസി സമൂഹങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അടുത്തൊരു കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം. നമ്മൾ കേട്ടതാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം. ആദ്യത്തേത് പെരിയാർ ടൈഗർ റിസർവ്, രണ്ടാമത്തേത് പറമ്പിക്കുളം കടുവാ സങ്കേതം. 2010 നിലവിൽ വന്നത്. 2010 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചിറ്റൂർ താലൂക്കിലാണ്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് ആനസങ്കേതങ്ങളാണ്. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കോട്ടൂരാണ്. അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കോട്ടൂരാണ്. നമ്മുടെ ആന സങ്കേതങ്ങളിൽ കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കോന്നി, പത്തനംതിട്ടയിലെ കോന്നി, കോടനാട്, എറണാകുളം. ഇതിൽ കോന്നി നമ്മൾ പലപ്പോഴായിട്ട് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. കോന്നിയിൽ ഒരു പ്രസിദ്ധമായ ഒരു ആനയുണ്ട്, കോന്നി സുരേന്ദ്രൻ, അല്ലേ? നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ കോന്നി, പത്തനംതിട്ടയിലെ കോന്നിയും എറണാകുളത്തിലെ കോടനാടുമാണ്. പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ മറ്റൊരു പേര് ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. 1942 വന്നത് കോന്നിയിലാണ്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന മരം കമ്പകമാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഐതിഹ്യമാലയാണ്. ഇതിനെപ്പറ്റിയൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയമാണ്. അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ രാജ്യത്ത് ആദ്യമായി നിലവിൽ വരുന്ന പാർക്ക് കോട്ടൂർ. അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ രാജ്യത്ത് ആദ്യമായി നിലവിൽ വരുന്ന പാർക്കാണ് കോട്ടൂർ. ഇനി ആന സംരക്ഷണ കേന്ദ്രങ്ങൾ. നമ്മൾ ആന പരിശീലന കേന്ദ്രങ്ങൾ പറഞ്ഞു, ആന പുനരധിവാസ കേന്ദ്രം പറഞ്ഞു. ഇനി ആന സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും 4 ഉള്ളത്. ഒന്ന് വയനാട് ആന സംരക്ഷണ കേന്ദ്രം, പേരിൽ തന്നെയുണ്ട്. എവിടെയാണ്? വയനാടാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം, നിലമ്പൂർ മലപ്പുറം ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം ഇടുക്കിയിലാണെന്ന് അറിയാം. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം അതും ഇടുക്കിയാണ്. ഇനി നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞ ദേശീയോദ്യാനങ്ങളും പക്ഷിസങ്കേതവുമാണ്. അതിലെ പക്ഷിസങ്കേതത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷിസങ്കേതം. ആദ്യം നമ്മൾ പക്ഷിസങ്കേതത്തെ പറ്റി പറയും. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കുമരകം, ചൂളന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാട് എന്നിവയാണ് കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ. ഏതൊക്കെയാണ്? കുമരകം, ചൂളന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാട് എന്നിവയാണ് കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ. ഇനി ഇതിൽ ഓരോ പക്ഷിസങ്കേതങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ തട്ടേക്കാട് പക്ഷിസങ്കേതം. PSC നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദിക്കലുണ്ട് തട്ടേക്കാട് പക്ഷിസങ്കേതത്തെ പറ്റി. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം വളരെ പ്രധാനപ്പെട്ടതാണ്.
കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. 1983 സ്ഥാപിതമായി. 1983 സ്ഥാപിതമായി. എറണാകുളത്ത് കോതമംഗലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? എറണാകുളത്ത് കോതമംഗലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. PSC ചോദിക്കാറുണ്ട് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന്. PYQയിൽ PSC ചോദിക്കാറുണ്ട്. എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. താലൂക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് കോതമംഗലമാണ്. കുട്ടപ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടപ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ തന്നെ പക്ഷി സങ്കേതം അല്ലെങ്കിൽ പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ പേരാണ് സലീം അലി അല്ലേ. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അതായത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് സലീം അലി പക്ഷി സങ്കേതം. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്ന് ഇവിടെ വിശേഷിക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നിവിടെ വിശേഷിക്കപ്പെടുന്നു. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ വിശേഷിപ്പിക്കുന്നു കേട്ടോ. അടുത്തൊരു അപൂർവ ഇനം പക്ഷി ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഏതാണ്? മാക്കാച്ചിക്കാട എന്നറിയപ്പെടുന്ന സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന അപൂർവ ഇനം പക്ഷി ഇവിടെ കാണപ്പെടുന്നത്. എന്താണ്? മാക്കാച്ചിക്കാട എന്നറിയപ്പെടുന്ന സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന അപൂർവ ഇനം പക്ഷിയെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിതമായത് 1983. എവിടെയാണ്? എറണാകുളം ജില്ല. താലൂക്ക് എവിടെയാണ്? കോതമംഗലം. അറിയപ്പെടുന്ന മറ്റൊരു പേര് സലീം അലി പക്ഷി സങ്കേതം. കൃത്യമായി സ്ഥിതി ചെയ്യുന്നത് കൂട്ടപ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിലാണ്. അടുത്ത പോയിന്റ്, പശ്ചിമഘട്ടത്തിലെ അത്യപൂർവ ഇനം തവളയായ പാതാള തവളയെ പർപ്പിൾ ഫ്രോഗ് ആദ്യം കണ്ടെത്തിയത് തട്ടേക്കാടാണ്. അത് പ്രധാനപ്പെട്ടതാണ്. പശ്ചിമഘട്ടത്തിലെ അത്യപൂർവ ഇനം തവളയായ പാതാള തവളയെ, ഇംഗ്ലീഷിൽ പർപ്പിൾ ഫ്രോഗിനെ ആദ്യമായി കണ്ടെത്തിയത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്തത് ചൂലന്നൂർ പക്ഷി സങ്കേതം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ മയിലാടുംപാറ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചൂലന്നൂർ പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് മയിലാടുംപാറ പക്ഷി സങ്കേതം. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മയിലുകളുടെ പ്രധാന സങ്കേതമാണിത്. മയിലുകളുടെ പ്രധാന സങ്കേതമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മയിലാടുംപാറ എന്നറിയപ്പെടുന്നത്. അതായത് മയിലുകളുടെ പ്രധാന കേരളത്തിലെ സങ്കേതം എന്ന് വെച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, മയിലാടുംപാറ പക്ഷി സങ്കേതം അല്ലെങ്കിൽ ചൂലന്നൂർ പക്ഷി സങ്കേതം. രണ്ടും ഒന്നാണ്. നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സലീം അലി പക്ഷി സങ്കേതം എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ ചൂലന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് മയിലാടുംപാറ പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. മയിലാടുംപാറ അതായത് ചൂലന്നൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ മയിലാടുംപാറ പാലക്കാട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മയിലുകളുടെ പ്രധാന സങ്കേതമാണിത്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. പാലക്കാടാണ്, നമ്മൾ പറഞ്ഞു അല്ലേ. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള മയിലാടുംപാറ എന്നറിയപ്പെടുന്നുണ്ട്. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. ഈ ചൂലന്നൂർ പക്ഷി സങ്കേതം വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം. വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ മയിലാടുംപാറ. എന്താണ്? കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ചൂലന്നൂർ പക്ഷി സങ്കേതം KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സങ്കേതം എന്നും അറിയപ്പെടുന്നു. എത്ര പേരുകളാണ് അല്ലേ. ചൂലന്നൂർ പക്ഷി സങ്കേതം KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സങ്കേതം എന്നും അറിയപ്പെടുന്നു. ആരാ KK നീലകണ്ഠൻ? കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് KK നീലകണ്ഠൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സങ്കേതം എന്നും ചൂലന്നൂർ മയിൽ സങ്കേതം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് KK നീലകണ്ഠനാണ്. ഓർത്തിരിക്കുക. KK നീലകണ്ഠനെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് KK നീലകണ്ഠനാണ്. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? കേരളത്തിലെ പക്ഷികൾ. അടുത്തൊരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷി സങ്കേതമാണ്. PSC ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന് വെച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം കൂടിയാണ് മംഗളവനം. എറണാകുളം ജില്ലയിലെ മംഗളവനത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട്, എറണാകുളം ജില്ലയിലെ മംഗളവനത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ തട്ടേക്കാടും എറണാകുളമാണ് കേട്ടോ. അത് കോതമംഗലം താലൂക്കിലാണ്. ഇത് മംഗളവനം എറണാകുളം ജില്ലയിലെ മംഗളവനം എന്ന സ്ഥലത്താണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനമാണ്. കേരള ഹൈക്കോടതി സമുച്ചയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരള ഹൈക്കോടതി സമുച്ചയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. അപൂർവ ഇനം വവ്വാലുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം കേട്ടോ. അപൂർവ ഇനം വവ്വാലുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം കേട്ടോ. വവ്വാലുകളെ കാണപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. അടുത്തത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കടലുണ്ടി പക്ഷി സങ്കേതമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ലധികം ഇനം ദേശാടന പക്ഷികൾ വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ഇവിടം സന്ദർശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ലധികം ഇനം ദേശാടന പക്ഷികൾ വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ഇവിടം സന്ദർശിക്കുന്നു. ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പക്ഷി നിരീക്ഷണങ്ങളുടെ പറദീസ എന്നറിയപ്പെടുന്നത് അത് തട്ടേക്കാടാണ്. എന്നാൽ ദേശാടന പക്ഷികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ് കേട്ടോ. കടലുണ്ടി പക്ഷി സങ്കേതം. അടുത്തത് കുമരകം പക്ഷി സങ്കേതം. കുമരകം എവിടെയാണ്? കോട്ടയം ജില്ല. കുമരകം പക്ഷി സങ്കേതം കേട്ടോ. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് കുമരകം പക്ഷി സങ്കേതം. വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് കുമരകം പക്ഷി സങ്കേതം. കോട്ടയത്ത് വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിവിധതരം ദേശാടന പക്ഷികളെ കാണാൻ കഴിയും. അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് PYQ ആണ്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു കേട്ടോ. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കുക. വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത്. പക്ഷി പാതാളത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. അടുത്തത് നമ്മുടെ ദേശീയോദ്യാനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്സ്. കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകളുണ്ട്? കേരളത്തിൽ ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഡാറ്റ പ്രകാരം 6 ദേശീയോദ്യാനങ്ങളുണ്ട്. എന്നാൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5 എണ്ണമാണുള്ളത്. അതായത് 6 എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ PSCയുടെ ഉത്തരസൂചിക 5 ആണ്. കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആകെ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. പക്ഷേ PSCയുടെ ഉത്തരം 5 ആണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് കേട്ടോ. 90% ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ PSCയുടെ പ്രകാരം 5 ദേശീയോദ്യാനങ്ങളുണ്ട്. ആ 5 ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 1 ഇരവികുളം 1978 വന്നു. മറ്റൊന്ന് സൈലന്റ് വാലി 1984 പാലക്കാട്. മറ്റൊന്ന് മതികെട്ടാൻ ചോല ഇടുക്കി 2003. മറ്റൊന്ന് ആനമുടി ചോല 2003 ഇടുക്കി തന്നെ. അടുത്തത് പാമ്പാടും ചോല 2003 ഇടുക്കി തന്നെ. അതായത് കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കിയിലാണ്. ഒരെണ്ണം മാത്രം പാലക്കാട് ഉണ്ട്. അതെല്ലാവർക്കും അറിയാം, സൈലന്റ് വാലി. കേരളത്തിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയോദ്യാനം കരിമ്പുഴയാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. അത് നമ്മൾ പറഞ്ഞു കേന്ദ്രം 6 എണ്ണം കാണുന്നുണ്ട്. അതിൽ അവർ 7ാമതായി പരിഗണിച്ചത് കരിമ്പുഴയാണ്. അത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഈ 5 ദേശീയോദ്യാനങ്ങളെ പറ്റി പറയാൻ പോവുകയാണ്. ആദ്യം ഇരവികുളത്തെ പറ്റി PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താറ്, ഇംഗ്ലീഷിൽ നമ്മൾ നീലഗിരി താറെന്ന് പറയും. മലയാളത്തിൽ വരയാട്. ഈ വരയാടിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 1975 ഇതൊരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1975 പ്രഖ്യാപിക്കപ്പെട്ടു. കൂടാതെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പ്രത്യേക നീലക്കുറിഞ്ഞിയും ഇവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ. വരയാട് മാത്രമല്ല, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയും ഉള്ളത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. 2030 ഇനി നീലക്കുറിഞ്ഞി പൂക്കുന്നത് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതും കൂടി അറിഞ്ഞിരിക്കുക. 97 കിലോമീറ്റർ ചുറ്റളവിലുള്ള പുൽമേടുകളും ഉയർന്ന തോതിലുള്ള ചോലവനങ്ങളും പാർക്ക് ഉൾക്കൊള്ളുന്നു.
1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അതായത് 1975 വന്യജീവി സങ്കേതമായി വന്ന ഇരവികുളം 78 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ടതാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറ് കാലത്തും വടക്ക് കിഴക്കൻ മൺസൂണുകളിലും ഇവിടെ കനത്ത മഴ ലഭിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഏറ്റവും ചൂടേറിയ മാസങ്ങൾ. ഇരവികുളത്തെ ഏറ്റവും ചൂടേറിയ മാസങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനവും ഇരവികുളമാണ്. അറിഞ്ഞിരിക്കുക. രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ് കേട്ടോ. നമ്മൾ ഈ വരയാടുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം. എന്ന് വെച്ച് കേരളത്തിൽ വരയാടുള്ളത് ഇരവികുളത്ത് മാത്രമാണെന്നൊരു അർത്ഥമൊന്നുമില്ല കേട്ടോ. തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഏറ്റവും കൂടുതൽ നീലഗിരി താറിനെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ വരയാടിനെ തന്നെ. നീലഗിരി താറിൻ്റെ ആവാസ കേന്ദ്രം പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള മലനിരകളാണ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഇത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വരയാട് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭ ഇനങ്ങളിലൊന്നായ അറ്റ്ലസ് നിശാശലഭത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് ഈ പാർക്ക്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികളാണ് വൃഷ്ടിപ്രദേശമാണ് പാർക്ക് കേട്ടോ. നദികളുടെ വൃഷ്ടിപ്രദേശമാണ് പാർക്ക്. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന പാമ്പാർ നദിയുടെ പോഷക നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പീരർ നദിയുടെ ചാലക്കുടി നദിയുടെയും കൈവഴികൾ ഒഴുകുന്ന നദികളുടെ വൃഷ്ടിപ്രദേശമാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്. ലോകത്തിലെ ആദ്യ ഫെർണേറിയം നിലയിലുള്ളത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. 2023 ഏപ്രിലാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത്. അടുത്ത നമ്മൾ വരയാടിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ വരയാടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. നമ്മളെ നീലഗിരി ഐബെക്സ് എന്നും അറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം, അതായത് നമ്മുടെ നീലഗിരി താറിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ഡ്രാക്കസ് ഹൈലോക്രിയസ് എന്നാണ്. IUCNൽ ഇത് വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ്, അത് നമ്മൾ പറഞ്ഞു. അടുത്തത് നീലഗിരി മലനിരകളിലും പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലും കാണപ്പെടുന്നതും നമ്മൾ പറഞ്ഞതാണ്. തമിഴ്നാട്, കേരളത്തിലൊക്കെ. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഒരു പ്രധാന കീസ്റ്റോൺ സ്പീഷിയാണ് നീലഗിരി താർ. ഈ കീസ്റ്റോൺ സ്പീഷി എന്ന് പറയുന്നത്, അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നില്ല. പക്ഷേ ഇത് നശിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ നശിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രദേശം മൊത്തം അത് ബാധിക്കും. അതിനെയാണ് നമ്മൾ കീസ്റ്റോൺ സ്പീഷി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ ഒരു പ്രധാന കീസ്റ്റോൺ സ്പീഷിയാണ് നീലഗിരി താറ്. നീലഗിരി താറിൻ്റെ സംരക്ഷണത്തിനായി തമിഴ്നാട് സർക്കാർ ആരംഭിച്ച 2022 മുതൽ 2027 വരെ നീളുന്ന 5 വർഷത്തെ പരിപാടിയാണ് പ്രൊജക്റ്റ് നീലഗിരി താറിൻ്റെ കേട്ടോ. 5 വർഷത്തെ പരിപാടിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമായിട്ടുള്ള സൈലൻറ്റ് വാലിയാണ്. 1984 അല്ലെ 1984 വന്ന സൈലൻറ്റ് വാലിയാണ്. 84 83 നിങ്ങൾ തന്നെ പറയൂ. 84 തന്നെയാണ് കേട്ടോ. 84 തന്നെയാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മണ്ണാർക്കാടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് കേട്ടോ. സൈലൻറ്റ് വാലി നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു. എവിടെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ നിത്യഹരിത വനം, ഏക കന്യവനം, ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു. PSCക്ക് ഇഷ്ടമുള്ള PYQ ആണ്. കേരളത്തിലെ നിത്യഹരിത വനം, ഏക കന്യാവനം, ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു. മഹാഭാരതത്തിൽ സൈലേന്ദ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കേട്ടോ. കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കേട്ടോ. കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ്. എന്നാൽ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂത്തപ്പുഴയാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് സൈലൻറ്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെങ്കിൽ സൈലൻറ്റ് വാലി ഉത്ഭവിക്കുന്ന നദി തൂത്തപ്പുഴയാണ്. 1914 സൈലൻറ്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ചു. 1914
1914 റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. എപ്പോഴാണ്? 1984. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു, ഒരു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു മാത്രമാണ് 85 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. അതായത് അമ്മ പ്രഖ്യാപിച്ചു, മകൻ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപനം 84, ഉദ്ഘാടനം 85 സെപ്റ്റംബർ 7. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. എല്ലാവർക്കും അറിയാവുന്നതാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് കേട്ടോ സിംഹവാലൻ കുരങ്ങ് കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രനാമം കുലീനിയ എക്സാറിലാറ്റ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രനാമം കുലീനിയ എക്സാറിലാറ്റയാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രനാമം എന്താണ്? മക്കാക്ക സിലനസ്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താണ്? നമുക്ക് ആ പേരിലുണ്ട്, സൈലന്റ് വാലിയാണ്, നിശബ്ദമായിട്ടുള്ള, അല്ലെ, ശബ്ദമൊന്നുമില്ലാതെ. അതിന് കാരണം ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ്. ഈ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ്? റോബർട്ട് റൈറ്റ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2009 സർക്കാർ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു കേട്ടോ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2009 സർക്കാർ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളറും കുറുമ്പരും. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ ദേശീയോദ്യാനങ്ങളും മലബാർ വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടുന്നത് നീലഗിരി ബയോസ്ഫിയറിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുരുത്തി കേട്ടോ. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുരുത്തി. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 5000 മീറ്റർ അകലെ പാത്രക്കടവിൽ കുന്തി നദിക്ക് കുറുകെ ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ നമ്മുടെ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ 70 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. 70 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. ഡാം സൈറ്റിനെ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രദേശം പാർക്കിൻ്റെ നിർദ്ദേശിച്ചിരിക്കുന്ന ബഫർ ഏരിയക്കുള്ളിലാണെന്നും സൈലന്റ് വാലിയുടെ കേന്ദ്രത്തോട് ചേർന്നാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുകയും തുടർന്ന് ഈ പദ്ധതിക്കെതിരായി സൈലന്റ് വാലി മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. സൈലന്റ് വാലി രക്ഷിക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു NGO 1973 ആരംഭിച്ചതാണ് ഇത്. ഓക്കെ. തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലന്റ് വാലിയെ സംരക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പൊതുജനാഭിപ്രായം ഫലപ്രദമായി ഉണർത്തി. സുഗതകുമാരി സൈലന്റ് വാലി പ്രതിഷേധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു കേട്ടോ. സുഗതകുമാരിയുടെ കവിത മരത്തിന് സ്തുതി എന്ന കവിത പ്രതിഷേധത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതിഷേധം ഇതൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ മുന്നോട്ട് വെച്ചു അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒടുവിൽ 1983 പ്രൊഫസർ മേനോൻ കമ്മിറ്റി പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് നോക്കിയ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഇതിലൊരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഈ പദ്ധതി നമ്മുടെ പദ്ധതിയുടെ പേരെന്താണ്? പദ്ധതിയുടെ പേര് പാത്രക്കടവ് പദ്ധതി ഉപേക്ഷിച്ചു കേട്ടോ. 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും 85 രാജീവ് ഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ 2 ദേശീയോദ്യാനങ്ങളെ പറ്റി പറഞ്ഞു. ഇനി 3 നമുക്കുള്ളത്: ആനമുടി, മതികെട്ടാൻ, പാമ്പാടും ചോല. ഇതത്ര കാര്യമായിട്ട് പറയാനില്ല, വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, നിങ്ങളത് ഓർത്തിരിക്കുക. ആനമുടി ചോല ഇടുക്കിയിലാണ്, 2003 നിലവിൽ വന്നു. നമ്മുടെ ബാക്കിയുള്ള ഈ ആനമുടിയും മതികെട്ടാൻ ചോലയും പാമ്പാടും ചോലയും 2003 കേട്ടോ. 3 നമ്മുടെ ദേശീയോദ്യാനങ്ങളും 2003. ആദ്യം വന്ന ഇരവികുളം 78, സൈലന്റ് വാലി 84. ബാക്കി 3 പഠിക്കാൻ എളുപ്പമാണ്, 2003. ബാക്കി എത്ര ഉള്ളത്? 3. അപ്പോൾ ഏത് വർഷം? 3 തന്നെ. ഏത്? 2003. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. 2003 നിലവിൽ വന്നു. ഇരവികുളം നാഷണൽ പാർക്ക്, പാമ്പാടും ചോല നാഷണൽ പാർക്ക്, ചിന്നാർ വന്യജീവി സങ്കേതം, മതികെട്ടാൻ ചോല പാർക്ക് എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം കേട്ടോ. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ഇടിവര ചോല റിസർവ്, പുല്ലാരടി ചോല റിസർവ്, മനവൻ ചോല റിസർവ് കേട്ടോ. അത്രയൊക്കെയാണ് നമുക്ക് ആനമുടി ചോലയെ പറ്റി പറയാനുള്ളത്. ഓർത്തിരിക്കുക.
കാര്യമായിട്ട് പോയിന്റ്സ് ഒന്നുമില്ല. എന്നാലും നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 2003 നിലവിൽ വന്നു. നമ്മൾ പറഞ്ഞു അവസാനത്തെ 3 ദേശീയോദ്യാനങ്ങൾ 2003-ലാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. അതൊന്ന് ഓർത്തിരിക്കട്ടെ. 1897-ലാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ് കേട്ടോ, ഉടുമ്പൻചോലയാണ്. അടുത്തത് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് 2003 നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ദേശീയോദ്യാനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ പക്ഷി സങ്കേതങ്ങളെ പറ്റിയും അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ കടുവ ആന സംരക്ഷണ കേന്ദ്രങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വളരെ പറയേണ്ട PSC ചോദിച്ചിട്ടുള്ള പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാകത്തിനുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീണ്ടും ഒരു പുതിയൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.